ഹലോ. അപ്പോൾ അണിഞ്ഞൊരുങ്ങിയിട്ട് എങ്ങോട്ടാ യാത്ര എന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത്? ഒരു യാത്ര തന്നെയാണ്, വേറെ എങ്ങോട്ടും അല്ല, ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിലേക്ക് കേട്ടോ. ഞങ്ങളുടെ വാർഡ് മെമ്പറും കൂടിയായിട്ടുള്ള അനുമാഷ് വീട്ടിലേക്കാണ്. എന്താ ഇന്ന് അവിടെ സംഭവം എന്ന് ചോദിച്ചാൽ, എല്ലാ കൊല്ലവും ഞങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കായിട്ട് ഒരു ചെറിയ തോതിലൊരു പുസ്തക വിതരണം ഉണ്ട് കേട്ടോ. അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രചോദനം എന്ന രീതിയിൽ ഒരു ചെറിയ തോതിലുള്ള ഒരു പുസ്തക വിതരണം, അതുപോലെ തന്നെ SLC +2 വിജയിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അനുമോദനം, ഒരു സമ്മാനം കൂടി ഉണ്ട് കേട്ടോ. അതും കൂടിയാണ് ഇന്ന് അവിടെ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ അവിടെ എത്തി. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും കുട്ടിയും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പ്രസംഗമൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഉദ്ഘാടനവും പ്രസംഗമൊക്കെ ആരംഭിച്ചു. നമ്മുടെ ഈ പ്രദേശത്തെ ഒട്ടുമിക്ക കുട്ടികൾക്കാണ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത്. ഇപ്രാവശ്യം നമ്മൾ കുറച്ചുകൂടി ഒരു വിപുലപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വാർഡിലെ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യണം എന്നാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. അതിൻ്റെ സ്റ്റേറ്റിൻ്റെ മാഷ് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രദേശത്ത് മാത്രമല്ല, മാഷിൻ്റെ 8ാം വാർഡിലുള്ള കുട്ടികൾക്കും ചെറുതായിട്ടുള്ള ഒരു സമ്മാന വിതരണം നടന്നു. അങ്ങനെ ഇതാ പുസ്തക വിതരണമൊക്കെ ആരംഭിച്ചിട്ട് ഓരോരുത്തരെ അവരുടെ ക്ലാസ്സിനനുസരിച്ച് വിളിച്ചിട്ടാണ് സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പുസ്തകം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. LKG തൊട്ടിട്ട് 10 കഴിഞ്ഞിട്ട് 15 തുടർന്ന് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആയിട്ടുള്ള ഒരു പുസ്തക വിതരണമായിരുന്നു. ചെറിയ തോതിലുള്ള പുസ്തക വിതരണമാണെങ്കിലും കുട്ടികൾക്ക് അത് ഭയങ്കര സന്തോഷമാണ് നൽകിയത്. അതുപോലെ തന്നെ എൻ്റെ കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ മോൾക്കും അതുപോലെ തന്നെ വലിയ മോൾക്കും പുസ്തകം കിട്ടിയിരുന്നു. ആ സമയത്ത് നല്ല ഇടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഴയുടെ ഒരു ആരംഭമായിരുന്നു കേട്ടോ. അത് ആ കുട്ടികളൊക്കെ പോയി തുടങ്ങി. നല്ല ഇടിയും മഴയും വരുന്നത് കൊണ്ട് തന്നെ ഞങ്ങളും വേഗം അവിടെ നിന്ന് പോന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി. ഇതാട്ടോ അവർക്ക് കിട്ടിയ പൊതിയിലുള്ള സമ്മാനം. അപ്പോൾ അതെന്താണെന്നൊന്ന് നിങ്ങളെയും കൂടി കാണിക്കുകയാണ്. സത്യം പറയാലോ, ഈ പുസ്തക വിതരണത്തിന് വേണ്ടി കാത്തിരിക്കുക കേട്ടോ എല്ലാ കൊല്ലവും. കാരണം ഇതിൻ്റെ ബാക്കി വാങ്ങിച്ചാൽ മതിയല്ലോ കുട്ടികൾക്ക്. നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള പുസ്തക വിതരണം ഉണ്ടോ? ആരുടെയെങ്കിലും വക